നമ്മൾ തിരിച്ചു പോവുകയാണ്. നല്ല വെയിലാട്ടോ. നല്ല മഴ പെയ്താൽ നമ്മൾ പറയും നല്ല മഴയാണെന്ന് പറയും, വെയിൽ വന്നാൽ നമ്മൾ പറയും നല്ല വെയിലാണ്. അപ്പോൾ ഒന്നിലും തൃപ്തരല്ല മനുഷ്യർ. എന്തായാലും വെള്ളം കയറിയിടത്തു നിന്നൊക്കെ കുറച്ചൊരു വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വെയിലിങ്ങനെ വരുമ്പോൾ വളരെ സന്തോഷം. ഏതായാലും ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കറി വെക്കണം. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നതിൽ ബ്രാലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അറിയാലോ, ബ്രാല് നല്ല ടേസ്റ്റാണ്. നാടൻ ബ്രാലുണ്ട്, കടബ്രാലുണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പം ബ്രാലിൻ്റെ വകുപ്പിൽപ്പെട്ടത്. എന്നാലും ഇത് നാടൻ ബ്രാലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുരുമുളകും ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ വയറൊക്കെ നല്ലപോലെ ക്ലീൻ അവർ കട്ട് ചെയ്ത് തന്നു. എന്നാൽ കൂടിയും നമ്മൾ കൊണ്ടുവന്നിട്ട് വയറൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. കണ്ടോ, രക്തത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നല്ലപോലെ പിടിക്കും ഇങ്ങനെ വരഞ്ഞിട്ട് ചെയ്യുമ്പോൾ. നല്ല സ്വാദാണ് ഈ മീന്. ദശ കട്ടിയുള്ള മീനല്ലേ. ഉണ്ടാക്കാനുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. കുറച്ചൊരു 3-4 ചെറുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, കുരുമുളക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി അത്യാവശ്യം ഒരു ടേബിൾ സ്പൂൺ അളവിലെടുക്കാം. പിന്നെ ഇനി നമുക്ക് കായപ്പൊടി വേണം. കായപ്പൊടി നമ്മൾ ഈ മസാല ശരിക്കും അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ മസാല അരച്ച ശേഷം നമുക്ക് കായപ്പൊടി മിക്സ് ചെയ്യാം. മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. മിക്സിയിലേക്ക് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്കൊരല്പം വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ശരിക്ക് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഈ മീനിലേക്ക് മസാല പുരട്ടാനായിട്ട്. അപ്പോൾ വേറെ ഒരു പിഞ്ചളവ് ശരിക്കും കായം ചേർക്കുക, ഉപ്പ് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ലപോലെ മിക്സ് ചെയ്യാം. പ്രത്യേക മസാലയാണ് കേട്ടോ. ഈ മസാല നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് ഇതുപോലെ നാടൻ മീനുകൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വളരെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്ന് ശരിക്കും പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇതിൽ തന്നെ മസാല പുരട്ടി വയ്ക്കാം. നല്ലപോലെ ഇങ്ങനെ മുക്കിയെടുക്കുന്ന രീതിയിൽ വേണം മസാല പുരട്ടി വയ്ക്കാൻ. എല്ലാത്തിലും നമ്മൾ മസാല നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. മണിക്കൂർ നേരം നമുക്കിത് മാരിനേറ്റ് ചെയ്ത ശേഷം വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. ഞാനെപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കൊണ്ടുവരുന്ന മീൻ ഇപ്പം നന്നാക്കിയതാണെങ്കിൽ കൂടിയും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതിൽ കണ്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഈ മീൻ നന്നായി കഴുകിയ ശേഷം അതിൻ്റെ രക്തക്കറയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ശുദ്ധജലം ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെമ്മീനാണെങ്കിലും എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, എല്ലാ മീനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഡബ്ബയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്, എയർ ടൈറ്റ് ആയിട്ടുള്ളത്. കണ്ടോ, ആവശ്യത്തിന് എടുക്കാം, ഉപയോഗിക്കാം, അതിനുശേഷം എടുത്ത് വെക്കാം. അപ്പം നമ്മളിന്ന് വരാപ്പുഴയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന എല്ലാ മീനും വളരെ വൃത്തിയായി കഴുകിയ ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാല നല്ല കട്ടി മസാലയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണേ. മസാലയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കണ്ടോ നല്ലപോലെ പൊതിഞ്ഞിരിക്കുകയാണ്. വെച്ച് കൊടുക്കാം. ഇവിടെ പുതുതായിട്ട് 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ 2 പൂച്ചക്കുഞ്ഞുങ്ങളാണ്. അവരുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ട്.
അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നീട്. അവന്മാരെ കൂട്ടിലിട്ടേക്കണതുകൊണ്ട് അവന്മാർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ തലയും നമ്മൾ ഫ്രൈ ചെയ്യണേ. മീൻതല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മീൻതല. മീൻതല റോസ്റ്റ്, മീൻതല കറി വെക്കാം, ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ മസാലയും ചേർത്ത് ഇതിൻ്റെ മേലേക്ക് ഒന്നുകൂടെ കൊത്തി കൊടുക്കാം. ഇത് ഇങ്ങനെ മസാല കളയണ്ട, നല്ല മസാലയാണിത്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എല്ലാം നമ്മൾ മറച്ചിട്ടു. ഇതിൻ്റെ മസാല അത് ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള മസാല ആയതുകൊണ്ട് ശരിക്കും അതിൽ പൊതിഞ്ഞങ്ങ് പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് ഞാനെടുത്ത് മാറ്റി സവാളയും കുക്കുമ്പറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വരാപ്പുഴ മീൻ വാങ്ങൽ വിശേഷങ്ങൾ. വരാപ്പുഴയിൽ പോയത് നിങ്ങൾ കണ്ടു. അവിടെ നല്ല പിടയ്ക്കണ ഫ്രഷ് മീൻ നമുക്ക് കിട്ടി. അതുകൊണ്ടൊന്ന് ഞാൻ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചു തന്നു. മസാല നമ്മുടെ ഫ്രൈഡ് മസാല ഉണ്ടാക്കുന്നതും കാണിച്ചു തന്നു. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, നല്ല ടേസ്റ്റി മസാലയാണ്. അപ്പോൾ ഇനിയും പുതിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തി, പുതിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി, പുതിയ രുചികൾ പരിചയപ്പെടുത്തി വീണ്ടും മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എനിക്ക് കൂടെ സപ്പോർട്ടായിട്ട് നിങ്ങൾ വേണം. കുറച്ച് ലാഗിങ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഞാൻ കാണുന്നുണ്ട് ചാനലിൽ. എന്നാലും നിങ്ങൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.